ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതെ, ശ്രീകുട്ടൻ ശനിയാഴ്ച വൈകുന്നേരം തന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് പോവാണ് കേട്ടോ. അപ്പം ഞാൻ ക്ലീനിങ് പരിപാടികൾ തുടങ്ങുകയാണ്. പക്ഷേ ക്ലീനിങ് വീഡിയോ ഇന്ന് ഷൂട്ട് ചെയ്തില്ല. അതിൻ്റെ കാരണം കഴിഞ്ഞ ആഴ്ച ക്ലീനിങ് വീഡിയോ അല്ല ഇട്ടത്. എല്ലാ ആഴ്ചയും അതൊക്കെ തന്നെ ഇട്ടാൽ ശരിയാവില്ല. വീക്കെൻഡിൽ ഒരു ദിവസം ഞാൻ എന്തായാലും ക്ലീനിങ്ങിന് പരമാവധി ശനിയാഴ്ച വൈകുന്നേരമാണ് ക്ലീനിങ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം. എന്ന് വെച്ചാൽ നമ്മൾ വെള്ളിയാഴ്ച വരെ വീഡിയോ ഇട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞായറാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതേപോലെ നല്ല ക്ലീനും അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കിടക്കാനാണ് എനിക്കിഷ്ടം. അത് ഇപ്പോഴുള്ള ആഗ്രഹമൊന്നും അല്ല കേട്ടോ. ചെറുപ്പത്തിലെ പണ്ട് മഹാഭാരതമൊക്കെ കാണാൻ പോകുമ്പോൾ ആ ടി വിയിലൊക്കെ ഇങ്ങനെ പരസ്യം, എന്താ പറയുക, അവരുടെ റൂമുകളുടെ ഭംഗിയും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് അത്രയും ഭംഗി നമ്മുടെ വീടിനുണ്ടെങ്കിൽ എന്ന്. അപ്പം ഞാൻ ഏറെക്കുറെ ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു എന്ന് പറയാം. നല്ല ക്ലീൻ ആയിട്ടാണ് നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോൾ, പ്രത്യേകിച്ച് സൺഡേയിൽ കേട്ടോ. എനിക്കങ്ങനെ വേണം, എന്നാലാണ് സമാധാനമായിട്ട് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായ വയ്ക്കാൻ തുടങ്ങുകയാണ്. അതിന് മുന്നേ ചാനലിൻ്റെ ഐക്കണിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വരും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഓളെന്ന ഓപ്ഷനും ബെൽ ബട്ടനും അമർത്തുക, ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ ചായ അടുപ്പത്ത് വെച്ചിട്ടായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വാതിൽ തുറന്നപ്പോൾ നല്ല വെയിലാണ്. എനിക്ക് ക്യാമറ കൂടെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല. എന്നാലും ക്യാമറ ഓൺ ചെയ്ത് ഒന്ന് ആകാശത്തേക്ക് പിടിച്ചപ്പോൾ ഇതേപോലെയായിരുന്നു കേട്ടോ. നല്ല വെയിൽ. 8:30 ആയി ഞാൻ എഴുന്നേറ്റപ്പോൾ. സൺഡേ റൊട്ടീനൊന്ന് ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൺഡേ വീഡിയോ ഇടാറുണ്ടെങ്കിലും അങ്ങനെ ഒരു റൊട്ടീനായിട്ടൊന്നും ഇടാറില്ല. ഞാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് പിടിച്ചങ്ങനെ വീഡിയോ ആക്കാറ്. ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി കുറച്ച് നാളായിട്ട് മുന്നൊക്കെ ഇട്ടായിരുന്നു. കുറേ സൺഡേ റൊട്ടീൻ വീഡിയോകൾ പല സമയത്തും പല രീതിയിലാണ് കേട്ടോ. അപ്പോൾ അതാ ചായ എടുത്ത് ഞാൻ ഉമ്മർത്ത് വന്ന് ഇന്ന് കുടിക്കാനിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം അപ്പം നമ്മുടെ അടുക്കള ഭാഗം എന്ന് പറയുന്നത് കിഴക്കാണ്. അവിടെ നല്ല വെയിലാണ്. നമുക്ക് ഈ നേരത്തെ അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. പടിഞ്ഞാറ് ആണ് നമ്മുടെ ഉമ്മറം. അപ്പോൾ അവിടെ ആകുമ്പോൾ നല്ല തണുപ്പാണ് ഇരിക്കാനായിട്ട് രാവിലെ. അപ്പം ഞാൻ വന്നും കണ്ട് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് ചേട്ടൻ ദേ മാങ്ങ പറക്കാൻ പോയി. മിക്കവാറും ഒക്കെ കേടാണ് കേട്ടോ ചേട്ടൻ മാങ്ങ പറക്കി വയ്ക്കുന്നത്. എന്നാലും പിന്നെ ഒന്നോ രണ്ടോ ഒക്കെ കിട്ടും. അത് കഴിഞ്ഞ് ഞങ്ങൾ ചക്ക ഉണ്ടായിട്ടുണ്ട്. ചക്ക മൂത്തോ അത് മുറിക്കാറായോ എന്ന് നോക്കാനാണ് ഈ പോക്ക്. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഒന്ന് മൂക്കണം തോന്നി. കൂട്ടുകാരുടെ അഭിപ്രായം ഒന്ന് പറയൂ കേട്ടോ. ഈ ചക്ക മൂത്തോ അതോ വലിപ്പമൊന്നും അധികം ഇല്ല, പക്ഷേ മുള്ള് കുറേശ്ശെ പരന്നിട്ടുണ്ട്. ഒരു ഭാഗത്തെ മുള്ള് നന്നായിട്ട് പരന്നിട്ടുണ്ട്, മറ്റേ ഭാഗത്ത് പരന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കൂട്ടുകാരുടെ അഭിപ്രായം പറഞ്ഞോളൂ, അറിയണവരൊന്ന് പറഞ്ഞോളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഷോർട്ട് വീഡിയോകളൊക്കെ പിടിക്കാൻ നമ്മുടെ ചെടിത്തോട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ ചെടിത്തോട്ടം നനയ്ക്കാനും അവിടുത്തെ പുല്ല് പറിക്കാനും. ഷോർട്ട് വീഡിയോ ഇന്നലത്തെ ഷോർട്ട് വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കിയോളാം നമ്മുടെ ചെടിത്തോട്ടത്തിലുള്ളത്. അപ്പോൾ ഡെയിലി ഒരു ഷോർട്ട് വീഡിയോ ചെടിത്തോട്ടത്തിൽ തീരണമെന്ന് ഒരാഗ്രഹമുണ്ട്. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പക്ഷേ എപ്പോഴും നടക്കണില്ല. പരമാവധി ചെയ്യുന്നുണ്ട്. പിന്നെ ചിക്കൻ വാങ്ങിക്കാൻ പോയി. പുരുകൻ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ്റെ കൂടെ പോയത്. വീട്ടിലിട്ട് അതേ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ നോക്കിയപ്പോൾ പള്ളിയൊക്കെ വിട്ടിട്ട് നിറയെ ആൾക്കാരുണ്ടായിരുന്നു. മോശക്കേടായി കേട്ടോ. പുരുകൻ ത്രെഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. കുറേ നാളായി ത്രെഡ് ചെയ്യുന്നു. ആ കട നിർത്തി പോയാവോ ആൾക്കാരില്ലാണ്ട്. പിന്നെ കല്യാണത്തിന് പോകാൻ നേരം വൈകി തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം ചിക്കൻ കഴുകി എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാൻ നോക്കിയതായിരുന്നു, പക്ഷേ റവ കുറവ്. അപ്പോൾ പിന്നെ ഉപ്മാവ് ഉണ്ടാക്കൽ അവിടെ നിർത്തി വെച്ച് പിന്നെ നൂഡിൽസ് വാങ്ങിച്ചു. അത് ആദ്യത്തിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചു. പിന്നെ ചിക്കൻ ഞാൻ ഇത്തിരി ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ പരത്തി ഫ്രിഡ്ജിലേക്ക് വെച്ചു. ആദ്യത്തിന് വേണ്ടത് ഒരു 3-4 പീസ് എടുത്ത് വറുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കല്യാണത്തിന് പോകാനുള്ള തിരക്കായി. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നൂഡിൽസ് ആക്കി കേട്ടോ. പിന്നെ ഇതേ ഡ്രസ്സ് തന്നെയാണ്. അത് കാരണം ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുത്തില്ല. പിന്നെ പ്രസൻറ്റേഷൻ വാങ്ങിക്കാൻ പോയിട്ട് ചേട്ടന് ഒന്നും കണ്ണി പിടിക്കണില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഉപകാരമുള്ളത് വാങ്ങിക്കും വേണ്ടേ. ഇത് ഒരെണ്ണമൊക്കെ വാങ്ങിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായി കേട്ടോ. നമ്മുടെ ചാനലിലൊക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇതൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഞാൻ വിചാരിച്ച ഗ്ലാസ് മാത്രം അവിടെ കണ്ടില്ല. എന്താ പറയുക, ചില്ലിൻ്റെ കപ്പ് ഉണ്ടല്ലോ, അതാണ് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നത്. പിന്നെ കാസ്ട്രോളാണ് വാങ്ങിച്ചത്. ഗോൾഡൻ കളർ വൈറ്റ് മുകളിലത്തില്ലേ വലിപ്പമുള്ളത്, അതാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ പൈസ കുറച്ചും കൂടി കൂടിയത് നോക്കുമ്പോൾ ഇതിൻ്റെ അത്രയും ഒരു ഇത് കാണാനില്ല. അപ്പം അങ്ങനെ അതുമ്പോൾ തന്നെ നിന്നു. വേറെ കടയിലേക്ക് കയറാനുള്ള നേരമില്ല. വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ കടയിൽ മുന്നിൽ ജോലി ചെയ്തിരുന്ന ഒരു കുട്ടിയുടെയാണ് കല്യാണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടേക്കൊന്ന് ചുറ്റി നോക്കി. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് തോന്നി, പക്ഷേ ഇപ്പോൾ ബഡ്ജറ്റ് പോരാ. നമ്മുടെ കുക്കറാണ് നോക്കിയത്. അപ്പോൾ കുക്കറ്
ഞാൻ വിചാരിച്ച കുക്കർ 3000 രൂപയാണ് പ്രസ്റ്റീജിൻ്റെ, നല്ല സ്റ്റീലിൻ്റെ പരന്ന പോലത്തെ നോക്കിയപ്പോൾ കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും അത്രയും ബഡ്ജറ്റ് നമ്മുടെ കയ്യിലില്ലാത്ത തന്നെ പോന്നു. അതുപോലെ പ്ലേറ്റ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വിചാരിച്ച മോഡലൊരു പ്ലേറ്റ് കിട്ടിയില്ല. ഇനി എപ്പോഴെങ്കിലും കല്യാണങ്ങളും കൂടി കയറി നോക്കണമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മളൊരു സാധനം ഇന്നത് വേണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമല്ലേ. അപ്പോൾ ഇത് ഭംഗിയുള്ളതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് കപ്പായിട്ട് കിട്ടണം, ചില്ലിൻ്റെ കിട്ടണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും വാങ്ങിക്കാം. ഈ ഗ്യാസിൻ്റെ ഗ്യാസ് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, ബർണർ. അതും ഇതേപോലെ എന്തായാലും അടുത്ത ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം. പിന്നെ അവിടെ ഞങ്ങൾ അത് പൊതിയാനായിട്ട് ചെന്നപ്പോൾ ആ കുട്ടി വേറെ 2 ചേച്ചിമാർക്ക് ഇത്ര പ്രായമായവർക്ക് പൊതിയാൻ വന്നതാണ്, ഞാൻ ഇവിടുത്തെ സ്റ്റാഫല്ല എന്നൊക്കെ പറഞ്ഞ് അത് പോയി. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കടലാസ് ഒട്ടിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ച് ഞങ്ങൾ രണ്ടാളും കൂടി തന്നെ പാക്ക് ചെയ്തു. പിന്നെ കല്യാണ വീട്ടിലെത്തി ഹെൽമെറ്റ് വെച്ചിട്ട് ഒരു പരുവായി, തല ചട്ടിത്തലയായില്ലേ. അവിടെ ചെന്നതും വണ്ടി എടുക്കുമായിരുന്നു കേട്ടോ കല്യാണ പെണ്ണിൻ്റെ. അപ്പം അങ്ങനെ കല്യാണ പെണ്ണിനും ചെക്കനെയും കണ്ടില്ല, അത് അവരുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഹാളൊക്കെ ഒഴിഞ്ഞു. 1 മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ചെന്നപ്പോഴേക്ക്. എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് ഏറെക്കുറെ ആൾക്കാർ പോയി, വിളമ്പാൻ തന്നെ അധികം ആൾക്കാരുണ്ടായില്ല. ഒരു 10 മിനിറ്റ് കൂടി വൈകിങ്ങ ഫുഡും കൂടി കിട്ടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. 1 മണിയാകുമ്പോഴേക്കും എന്താണാവോ കല്യാണം അവസാനിച്ചതെന്ന് എനിക്കറിയില്ല. പിന്നെ എന്താ ചേട്ടൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യണ ചേച്ചിമാരാ അനിയത്തിമാരാണോന്നൊന്നും അറിയില്ല കേട്ടോ. അവരൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റിയുള്ളൂ. പിന്നെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ നേരെ പോയത് ഞങ്ങൾ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരു ചേച്ചിക്ക് വയ്യാണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അതിനെ കാണാൻ പോയി. അവിടെ ചെന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. നമ്പൂർക്കാവ് അമ്പലമാണ്, അവിടെ ആയിരുന്നു കെട്ട്. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്തു. ഉള്ളിലേക്കൊന്ന് കിടക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരുവിധം നേരമായിട്ടാണ്, ഇനി വന്നിട്ട് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. ആ ചേച്ചിയുടെ അടുത്തേക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ നമ്മൾ നല്ല ഉഷാറായിട്ട് കണ്ടിട്ട് പിന്നെ വയ്യാണ്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അത് കാരണം പിന്നെ ഞാൻ അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നില്ല. ചേച്ചിയുടെ വീടൊക്കെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മനസ്സ് വിഷമമായപ്പോൾ പിന്നെ എനിക്കതൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചെങ്കിലും ചേട്ടൻ പറഞ്ഞ ചെടിച്ചട്ടി കുറച്ച് വാങ്ങാൻ വെച്ചാൽ കുറേ ചെടികളൊക്കെയും ചെറിയ ചെടിച്ചട്ടിയിലായിട്ട് വലുതിലേക്ക് മാറ്റേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ പൂക്കളൊക്കെ റോസ് വൈറ്റ് അല്ല വെള്ള കളറ് റോസപ്പൂ ഉണ്ടല്ലോ, അത് എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു 80 രൂപ. പക്ഷേ ചേട്ടൻ പറഞ്ഞാൽ ചെടി അത്ര കരുത്ത് പോരാന്നും പറഞ്ഞ് ചേട്ടൻ എന്തോ ഇവിടെ നിന്ന് ചെടിയും ഇതൊക്കെ വാങ്ങിക്കേണ്ടത് ഒരു വിശ്വാസക്കുറവ്, ചിലപ്പോൾ നല്ലത് തന്നെയായിരിക്കാം. പക്ഷെ ആദ്യത്തെ ചെടിച്ചട്ടിയുടെ കടയിൽ കണ്ട് വില ചോദിച്ചപ്പോൾ എല്ലാത്തിനും ഒരു 5 രൂപ 10 രൂപയൊക്കെ വെച്ച് വില കൂടുതൽ. ഇത്രയും ചെടിച്ചട്ടികൾ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. പിന്നെ അറ്റത്തേക്ക് നടന്നെത്തിയപ്പോൾ നമ്മൾ സാധാരണ ഹോൾസെയിലായിട്ട് വാങ്ങിക്കേണ്ട അത്രയും വില കുറവുള്ളത് അറ്റത്തേക്ക് നടന്നപ്പോൾ കിട്ടി. അങ്ങനെ അത് വാങ്ങിച്ചു കേട്ടോ. ഒരു 12, 13, 14 ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 2 വലിയ ചട്ടിയും ഇതൊക്കെ. പക്ഷേ ഇത് മുഴുവൻ ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് വെറുതെ വെച്ച് പൈസ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചാൽ പോരെ. അപ്പോൾ പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല. വീട്ടിലേക്ക് എത്തി. വീട്ടിൽ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്ത് ശ്രീകുട്ട അപ്പോഴേക്കും വന്നു. ഞങ്ങളെല്ലാവരും കൂടി എന്താ പറയുക ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. പിന്നെ ഇത് പോപ്കോണിൻ്റെ പേര് മറന്നു പോവുക. 3-4 ഫ്ലേവറിലുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ. അപ്പോൾ 2 ഫ്ലേവറിലുള്ളത് ഞാൻ റെഡിയാക്കി എടുത്തു. അത് കണ്ട വഴി ഇത് എല്ലാവരും ഓടി വന്ന്. അങ്ങനെ ഞങ്ങൾ ചായയും പോപ്കോണായിരുന്നു ഇന്നത്തെ ഇത്. അപ്പോൾ ഒരാൾ മസിൽ കാണിക്കുകയാണ്, മസിലില്ലാത്ത ആൾ മസിൽ കാണിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ചെടിത്തോട്ടത്തിലേക്ക് ഇറങ്ങി. ചെടിത്തോട്ടത്തിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്ത് വള്ളിപ്പടർപ്പൊക്കെ ഇങ്ങോട്ട് കയറിയിട്ട് ചെടികളൊന്നും നിൽക്കണതാണ് ഒരു ഭംഗിയില്ല. പിന്നെ അങ്ങോട്ട് കടക്കാനായിട്ട് പറ്റണില്ല. അപ്പോൾ അത് ഇങ്ങനത്തെ ഷീറ്റ് 3-4 എണ്ണം അവിടെ ഇരിപ്പുണ്ടായിരുന്നു, വെറുതെ കിടന്ന് തുരുമ്പിടിച്ചു പോയി. അപ്പം ഞാൻ വിചാരിച്ചു അത് ഇപ്പം മിക്ക വീടുകളുടെയും ഫ്രണ്ടിൽ നമ്മുടെ പുത്തൂരൊക്കെ റോഡ് പണിയാകാനും മിക്ക വീടുകളുടെയും മതിലിടിച്ച് പൊളിച്ചിട്ട് ഇതേപോലത്തെ ഷീറ്റാണ് മതിലായിട്ട് വെച്ചിട്ടുണ്ട്. അവർ നല്ല പെർഫെക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് അത്രയ്ക്കൊന്നും പറ്റില്ല. എന്നാലും ഈ വള്ളിപ്പടർപ്പ് ഇങ്ങോട്ട് ഒറ്റയടിക്ക് ഇങ്ങോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു തട വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ചെടി
ചെടികളൊക്കെ എടുത്ത് മാറ്റാണ്. പിന്നെ അവിടെ 2 കൈതച്ചക്കര തൈ നട്ടിട്ടുണ്ടായിരുന്നു. വീട് പണിത സമയത്ത് കൊണ്ട് നട്ടതായിരുന്നു കേട്ടോ. ഇതുവരെയും അതിൽ ചക്ക ഉണ്ടായില്ല. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു അത് മുറിച്ച് കളയാമെന്ന് വിചാരിച്ച് അതങ്ങനെ മുറിച്ച് കളഞ്ഞു. പിന്നെ ഈ ചാമ്പേര അടിഭാഗത്തെ കൊമ്പൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ അവിടേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ കൊമ്പ് മുറിച്ച് കഴിഞ്ഞാൽ ചാമ്പ ഉണ്ടാവാൻ ഇത്തിരി താമസം ഉണ്ടാവും. എന്നാലും പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. അത് ഇത്തിരി ഉയരത്തിൽ പൊക്കോട്ടെ, പക്ഷേ താഴത്ത് ഇങ്ങനെ ചെടികൾ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ച് അതിൻ്റെ താഴത്തെ കൊമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞു. പിന്നെ ആ വള്ളിപ്പടർപ്പൊക്കെ വലിച്ചു കളഞ്ഞു. പിന്നെ നമ്മുടെ ശംഖുപുഷ്പത്തിനൊക്കെ ഒന്ന് സൈഡിലേക്ക് ഒതുക്കി വെച്ചു, അല്ലെങ്കിൽ അത് ഈ ചെടികളുമൊക്കെ കയറില്ലേ. പിന്നെ നമ്മുടെ കിടക്ക വാങ്ങിച്ച കിട്ടിയ കവർ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇങ്ങനെ വള്ളിപ്പടർപ്പ് ഇങ്ങോട്ട് വരാണ്ടിരിക്കാനായിട്ട് വിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെടിച്ചട്ടികളുമേയും ഇങ്ങനെ വെള്ളം തെറിക്കുമ്പോൾ അഴുക്കാവാണ്ടിരിക്കാനും അത് നല്ലതാണല്ലോ. അപ്പം അങ്ങനെ ചെയ്തു. ചേട്ടൻ കൈതമുള്ള് മുറിച്ച് കളയുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. കൈതമുള്ള് മുറിച്ചിട്ട് പിന്നെ തുണിയൊക്കെ കൂട്ടി പിടിച്ച് കൊണ്ട് കളഞ്ഞു. നല്ല മുള്ളാണല്ലോ, ബുദ്ധിമുട്ടല്ലേ കൈതമുള്ള്. പിന്നെ ഞാൻ ഷീറ്റ് എടുത്തുകൊണ്ട് വന്നു. ഷീറ്റ് അവരവിടെ കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ചെമ്പരത്തിയും മൈലാഞ്ചിയും പിന്നെന്താ പറയുക, ഒരു മണി പ്ലാന്റ് അല്ല, മണി പോലെ മഞ്ഞ കളറിൽ ഉണ്ടാവണം ആ ഒരു സംഭവമുണ്ട്. ആ ചെടി ഉണ്ടല്ലോ, ആ ചെടിയുടെ പേരെനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആ ചെടിയും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ചെടിയാണ്. പക്ഷേ ഇതൊക്കെ പടർന്ന് അതിനെ അങ്ങോട്ട് നശിപ്പിച്ച് കളയാണ്. അപ്പോൾ പരമാവധി ഈ വള്ളിപ്പടർപ്പുകളൊക്കെ ഇന്ന് വലിച്ചെടുത്തു. കഴിഞ്ഞ പ്രാവശ്യം വെറുതെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇരുമ്പുളി പൊട്ടിക്കാൻ മറന്നു പോയി കേട്ടോ. ഈ വീഡിയോ ശബ്ദം കൊടുക്കുമ്പോൾ ഞാനത് ഓർത്തെ. പിന്നെ ഷീറ്റ് വെച്ചത് അതിൻ്റെ അടുത്തേക്ക് ഞാൻ അത്ര വീഡിയോ എടുത്തില്ല അല്ലേ. ഇത് ഞാനിപ്പോൾ ശബ്ദം കൊടുക്കുമ്പോഴാണ് അത് കാണുന്നത്. അപ്പം അങ്ങനെ അവിടേക്ക് ഒന്ന് മുറ്റടിച്ച് പിന്നെ ഞാൻ ആ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു. അപ്പോൾ ശ്രീവട്ടമെന്ന് പറയാം, ഭൂമിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പുല്ല് വളരാണ്ടിരിക്കാനല്ലേ, അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക. പിന്നെ ഞാൻ അപ്പുറത്തെ സൈഡും കൂടി ഒരുവിധം ആക്കണുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് എൻ്റെ ഈ ആഗ്രഹങ്ങൾ ഓരോന്ന് അതും ഞാൻ ആഗ്രഹിച്ച് തുടങ്ങിയിട്ടും കുറേ നാളുകൾക്ക് ശേഷമാണ് നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ വീടിൻ്റെ ചുറ്റും നല്ല ഭംഗിയാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വീടിൻ്റെ ഉൾഭാഗം വലിയ തരക്കേടില്ലാണ്ട് ശരിയാക്കാൻ പറ്റിയല്ലോ, അതുപോലെ തന്നെ ചുറ്റും ഇപ്പോൾ ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം അത്യാവശ്യം ആക്കിയിട്ടുണ്ട് കേട്ടോ. സൈഡിലും കൂടിയും ആക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത് അവിടെ അങ്ങനെ തന്നെ എനിക്കൊരു ഊഞ്ഞാലൊക്കെ മരത്തുമ്മയൊക്കെ കെട്ടി അങ്ങനെയൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ചോദിച്ച് ചേട്ടൻ അത് വെച്ചപ്പോഴും വീണ്ടും അതിൻ്റെ അടിയിൽ ഇങ്ങനെ എന്താ പറയുക, കൈതൊക്കെ മുറിച്ച് കളഞ്ഞില്ലേ, അപ്പോൾ അതിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നല്ല കനത്തിലുള്ള ചെടിച്ചട്ടികൾ അങ്ങോട്ട് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് ചേട്ടൻ്റെ ഇതൊക്കെയാണ് ആ സൈഡിൽ വയ്ക്കുന്നത്. അപ്പോൾ ആ ഷീറ്റ് വെച്ച കാരണം ഇതൊക്കെ വയ്ക്കുമ്പോൾ ഭംഗിയുണ്ട്. ഇനി അടുത്ത ഷോർട്ട് വീഡിയോകളിലൊക്കെ കാണിക്കാം കേട്ടോ. ഇനി അപ്പോൾ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചതൊന്നും ഇന്ന് ചെടി പറിച്ച് നടാനായിട്ട് പറ്റിയില്ല. അപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ വൈകുന്നേരത്തേക്ക് ചപ്പാത്തി ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാനും പണികളുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നിന്ന് പണിയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ, പിന്നെ ഷൂട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓരോ ദിവസം ഓരോ ചെടികൾ പറിച്ച് വയ്ക്കാം. പിന്നെ കൂട്ടുകാർക്ക് കാണിക്കാൻ വേണ്ടി അത് ഷോർട്ട് വീഡിയോ ആക്കുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ശ്രീകുട്ടനോട് വീഡിയോ ഓഫാക്കാൻ ഓണാക്കാനൊക്കെ പറയണ കാരണം ദാവന്താ നമ്മുടെ സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ആ സ്വിച്ച് ഊരിക്കൊണ്ടൊന്ന് കണക്ട് ചെയ്ത് ഊരിക്കൊണ്ടൊന്ന് തന്നേക്കാണ്. അമ്മ അവിടെ തന്നെ നിന്ന് ഓണാക്കലും ഓഫാക്കലൊക്കെ ചെയ്തോളാൻ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെയാണ് അവർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെടിച്ചട്ടികളൊക്കെ ഞാത്തിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു അവസാനിപ്പിച്ചു കേട്ടോ. പിന്നെ ഇനി മുറ്റടിച്ച് അവസാനിപ്പിക്കുക. പിന്നെ ഈ ചെടിച്ചട്ടി ഞാത്തിയിടുന്നത് ആ പോസ്റ്റുമ്മയ്ക്ക് അങ്ങോട്ട് കെട്ടിയാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എന്നുള്ള പേടിച്ചിട്ടാണ് അങ്ങനെ കെട്ടാണ്ടിരിക്കുന്നത്. എന്നാലും ഒന്ന് കെട്ടി നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പൊളിയുമെന്ന് പോസ്റ്റുമ്മയ്ക്ക് നേരെ കയറ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ സൈഡിലിടുമ്പോൾ ഒരു ഒതുക്കം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എന്ന് പറയുന്നത് എന്തോ ഒരു ഒതുക്ക കുറവ് എനിക്ക് ഫീൽ ചെയ്യണേ ഈ സെൻറ്ററിൽ തന്നെയായിട്ട്. പക്ഷേ ഇതൊരു ഭംഗി തന്നെയാണ്, ചെടികൾ നന്നായിട്ട് വളർന്നുമല്ലോ. അപ്പോൾ എനിക്ക് ഹാപ്പി ആയിട്ടോ. പിന്നെ കുറച്ചും കൂടി ഷീറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ചേട്ടൻ വെച്ചു. പക്ഷേ അതിനൊന്നും ഉയരമില്ല കേട്ടോ. ഹൈറ്റ് ഉള്ളതാണ് കുറച്ചും കൂടി നല്ലത്. എന്നാലും പിന്നെ അടിഭാഗത്തുനിന്ന് പുല്ലങ്ങനെ പടരില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ചേട്ടൻ ചെടികളൊക്കെ നനയ്ക്കി തുടങ്ങി. ഞാൻ നേരെ അകത്തേക്ക് പോന്നു. അപ്പോൾ ഇന്ന് ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വയ്യ, ഇത്രയും പണികൾ ചെയ്തൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ
പകുതി ഗോതമ്പ് പൊടിയും പകുതി മൈദയും കൂടി എടുത്തു. എന്നാലാണ് അതിൽ നന്നായിട്ട് പൊള്ളച്ച് കിട്ടുക. തനി ഗോതമ്പ് തന്നെയായ അത്ര പൊള്ളച്ച് കിട്ടില്ല. അപ്പോൾ അത് പിന്നെ കുറച്ച് നേരം കുഴച്ചൊന്നും വയ്ക്കും കൂടി വേണം കേട്ടോ. പക്ഷെ കുറേ നാളായിട്ട് ഉണ്ടാക്കാത്തതുകൊണ്ട് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല. 2-3 ദിവസം അടുപ്പിച്ച് ഉണ്ടാക്കുമ്പോഴാണ് അത് അങ്ങനെ പെർഫെക്റ്റ് ആവുക കേട്ടോ. അത് അങ്ങനെ ഉണ്ടാക്കി. ചിക്കൻ കറി പിന്നെ ഞാൻ വിചാരിച്ചു മുറ്റത്ത് വയ്ക്കാമെന്ന്. എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. പിന്നെ വിറകൊക്കെ നമുക്ക് നാളെ വിറക് കിട്ടിയത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ കിടന്ന് ചെതൽ പിടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചിക്കൻ കറിയെങ്കിലും വെച്ച് അതങ്ങനെ ആക്കാമല്ലോ. പിന്നെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് ചോറ് തിളപ്പിക്കാനും അതിനൊന്നും നമുക്ക് തീ കത്തിക്കാൻ പറ്റില്ല. സൺഡേയിൽ മാത്രം ഇങ്ങനെ പറ്റുള്ളൂ. അതിനിടയ്ക്ക് ചേട്ടൻ ബജി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് വെച്ചിന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ആവണമല്ലോ ഉള്ളൂ. ചപ്പാത്തി ഉണ്ടാക്കൽ കഴിഞ്ഞു. പിന്നെ ഞാൻ എളുപ്പത്തിലുള്ളൊരു ചിക്കൻ കറി തട്ടിക്കൂട്ടി. ഇതിൽ തന്നെ സവോളയ്ക്ക് ഇതിൽ തന്നെ അരിഞ്ഞിടുമ്പോൾ പിന്നെ ഞാൻ ഒരു സവോളയ്ക്ക് ഇടുള്ളൂ കേട്ടോ. തക്കാളി ഞാൻ 2 ഇട്ടു. പിന്നെ ഇഞ്ചിയും പച്ചമുളക് എല്ലാതും അതിൽ തന്നെ ഇട്ടു കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയും പക്ഷേ എനിക്ക് മൂപ്പിച്ചിട്ട് ചേർക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അത് ചീനച്ചട്ടി വെച്ച് അതിൽ ചുമന്നുള്ളി ചതച്ച് ഇത്തിരി വെളുത്തുള്ളിയും കൂടി ഇടാം കേട്ടോ. ചതച്ചിട്ട് പിന്നെ പൊടികളിട്ട് മൂപ്പിച്ചു. പെട്ടെന്ന് ചെയ്യണം കേട്ടോ. അടുപ്പാകുമ്പോൾ അടുപ്പിച്ച് ഞാൻ എല്ലാതും അടുപ്പിച്ചിട്ടാണ് തുടങ്ങുള്ളൂ. പിന്നെ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് എല്ലാതും ആക്കിയത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നുവെച്ചാൽ ഇത്രയും നല്ല ഹൈ ഫ്ലെയിമിൽ തീ കത്തല്ലേ, പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും. അപ്പോൾ അത് കാരണം 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു വേവിച്ച് അങ്ങോട്ട് എടുത്തു കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുത്തു. ചേട്ടൻ പിന്നെ ആ അടുപ്പത്തുനിന്ന് തന്നെ കഴിക്കുന്ന ഒരു രുചി അത് വേറെ ഉള്ളൂ. ഇങ്ങനെയായി നമ്മുടെ ചിക്കൻ കറി. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബുധനാഴ്ച. അതിനിടയ്ക്ക് ഷോർട്ട് വീഡിയോകൾ ഇഷ്ടം പോലെ ഇടും. അതൊക്കെ കൂട്ടുകാർ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.